വരുന്ന സംഗീതത്തിൻ്റെ കാര്യത്തിലെ അങ്ങയുടെ സംഗീതത്തിൻ്റെ ഒരു ഒരു അരികു ചേർന്ന് പോകുന്ന ഒരു ഭാവമുണ്ട്. അത് ഏറെക്കുറെ MBSൻ്റെ ഒരു ധാരയിലാണ് തോന്നിയിട്ടുള്ളത്. ലിറ്ററേച്ചറിന് വരികൾക്ക് കൂടുതൽ ഭാവം കൊടുക്കുന്ന തരത്തിലേക്കാണ് എല്ലാ ഇതിനകത്തും കാണാം. അതങ്ങനെ ബോധപൂർവം അങ്ങനത്തെ ഒരു ലീനിയേജ് മനസ്സിൽ രൂപപ്പെട്ടതാണോ? ആ ലീനേജ് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇവരെയൊക്കെ പിന്തുടരാമെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ശരിക്ക് ഭാഷയോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മ്യൂസിക്കോളം തന്നെ ഭാഷയെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒരുപാടൊന്നും വായിക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും ഭാഷ കൊണ്ട് ഈ വിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമുണ്ട് ഭാഷ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ അത് കറക്റ്റ് കൊണ്ടില്ലെങ്കിൽ അത് വളരെ ഇതായി പോകുമല്ലോ, ഡിസ്ട്രക്റ്റീവായി പോകും. എന്ന് മാത്രമല്ല വിരസവുമായി പോകും അല്ലേ. നമ്മൾ പറയുന്നതിൽ ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇപ്പം ന്യൂസിലൊക്കെ ജീവനില്ലാത്ത വാക്ക് പോലെ ഒന്നുമില്ല അതിൽ, പക്ഷെ എന്തൊക്കെയോ പറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ സൗകര്യം ഭാഷ തന്നെയല്ലേ അതിനകത്ത്. പിന്നെ നമ്മൾ ഭാഷ ഒരു വലിയ അത്ഭുതമാണല്ലോ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊരു വെറും ശബ്ദങ്ങൾ മാത്രമാണ്, ജിബ്രിഷ് മാത്രമാണ് വേറൊരു നാട്ടുകാരൻ കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾക്ക് ഓരോ വാക്കും മനസ്സിലാവുന്നു. അതൊരു വലിയ മനുഷ്യൻ്റെ ഒരു ഈ എവല്യൂഷനിൽ സംഭവിച്ചൊരു വലിയൊരു കാര്യമാണ് ഭാഷ. അപ്പോൾ അതിൻ്റെ അത്ഭുതം ഞാൻ എപ്പോഴും അങ്ങനെ അഡ്മിറേഷനോടെ നോക്കാറുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വരി ഗാനമാണെങ്കിൽ അത് വരി എന്ന് പറയുന്നത് ആണ് അതിൻ്റെ സോൾ. നമ്മളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ ഈ വരി. അപ്പോൾ അത് അങ്ങനെ നോക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അത് വേറെ ആരുടെയും കൂട്ട് പിടിച്ചിട്ട് എന്ന് പറയാൻ പറ്റില്ല, അവരെ നിരാകരിക്കുകയുമല്ല. പക്ഷെ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്, വരി നോക്കാറുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്കൂളിംഗ് നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ലിറ്ററേച്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന, ഭാഷയുടെ ഭാവത്തിന് കൊടുത്തുകൊണ്ട് കൂടുതൽ സംഗീതം ചെയ്യുന്നതിൽ ഈ തലമുറയിൽ എനിക്ക് വളരെ ബോധപൂർവം അങ്ങനെ ശ്രമിക്കാറുണ്ട്. എല്ലാത്തിലും അല്ലെങ്കിലും അത് ആവശ്യമുള്ള സംഭവത്തിൽ പാട്ടുകൾ വരികൾ പ്രത്യേകിച്ച് നല്ല ആൾക്കാർ എഴുതുമ്പോൾ നമ്മൾ ആ വരി വായിക്കുമ്പോൾ നമുക്കത് ശക്തമായിട്ട് തോന്നും. അപ്പോൾ നോക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. പാടുന്നത് സോഫ്റ്റ് ആയിട്ടാണെങ്കിലും ഈ ആകാശമായവളെ എന്ന് വിളിക്കുമ്പോൾ അത് വെടികുണ്ടയുടെ വേഗത്തിൽ ആളുകളുടെ ഇമോഷണൽ പ്ലെയിനിലേക്ക് കയറുന്നുണ്ട്. അതൊക്കെ വരിയുടെ ഗുണമായിട്ട് അത് പച്ച മലയാളത്തിൽ പറയുകയാണല്ലോ ചെയ്യുന്നത്. വേറെ ഒന്നും അതിനകത്ത് കൺഫ്യൂഷനില്ല. അത് പറയുമ്പോൾ അത് മനസ്സിലാവുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഭാഷയുടെ സിംപ്ലിസിറ്റി അതുകൊണ്ടൊക്കെയാണ് ആ പാട്ടിന് അങ്ങനെ ഒരു വേറെ ഒന്നും ഒരു വർത്തമാനം തന്നെയാണല്ലോ. അത് താളത്തിൽ എഴുതുന്നു, ഭംഗിയുള്ള റൈമിങ്ങിലോ അല്ലെങ്കിൽ ഭംഗിയുള്ള വാക്കുകൾ സെലക്ട് ചെയ്ത് പറയാനുള്ളത് പച്ച മലയാളത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ആ ഒരു ഗുണമാണ്, പെട്ടെന്ന് കയറും. അതിനെ ഹനിക്കാത്ത രീതിയിൽ പാടിയാൽ മതി, അല്ലെങ്കിൽ ട്യൂൺ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഈ സംഗീതത്തിൻ്റെ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? സംഗീതം എത്തിയിട്ട് കൊണ്ടാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. അതിനകത്തേക്കാണ് ഒരു ആംബിയൻസ് അങ്ങനെയായിരുന്നു, എൻ്റെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. പാട്ട് ഒരു നമ്മളെ ഉലയ്ക്കുന്ന പാട്ടുകൾ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ട്, വീട്ടുകാരിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, റേഡിയോയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ചൈൽഡ്ഹുഡിൽ കാണുന്ന കാഴ്ചകൾ റിയലാണെന്ന് നമ്മൾ ധരിക്കുമല്ലോ. സോ നമ്മളിപ്പോൾ റേഡിയോയുടെ മുമ്പിൽ ഇപ്പോൾ അമ്മാവനും ഒക്കെ ഇങ്ങനെ ചിറ്റയൊക്കെ ഇങ്ങനെ പാഡ് ഇപ്പോൾ എന്താ പറയുക കടലാസം പേനും റെഡിയാക്കി വയ്ക്കും, രഞ്ജിനിയോ വലിയ ചലച്ചിത്രം കേട്ട് എഴുതാൻ, അങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ ഓർക്കുന്ന എല്ലാ വീടുകളിലും ഇതൊരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന പോലെ ഒരു ചടങ്ങാണെന്നാണ് ഞാൻ ഓർത്തിരുന്നത് ഒരു ഘട്ടം വരെ. പക്ഷേ പിന്നീടാണ് അറിയുന്നവർ ഇത് പഠിക്കുക, അല്ലെങ്കിൽ അടുത്ത വരി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത തേർഡ് ലൈൻ എഴുതുക, പിന്നെ റിപ്പീറ്റ് വരുമ്പോൾ സെക്കൻഡ് ലൈൻ, ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ അതൊരു ശ്വാസം പോലെയോ അല്ലെങ്കിൽ പല്ല് തേക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു റിച്വൽ അല്ലെങ്കിൽ നമ്മളുടെ ഹാബിറ്റ് പോലെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കയറി വരികയും പിന്നീട് ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിക്കാൻ അച്ഛൻ കൊണ്ട് ചേർക്കുകയും പിന്നെ അത് അതിൻ്റെ ഒരു ഇത് അപ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയ 3-ാം ക്ലാസ്സിലൊക്കെ വെച്ചാണ് ചേരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കൂടെ ഇതും പഠിക്കുക, നമ്മുടെ ഒരു പാഠ്യ പദ്ധതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത്
പലപ്പോഴും പിന്നെ കോളേജിലൊക്കെ എത്തുമ്പോൾ സൈഡ് മറ്റേത് മെയിൻ എന്നൊക്കെ പറയും വീട്ടിലെ അമ്മയൊക്കെ. അപ്പോഴാണ് ഞാൻ ഇതെന്താ സൈഡ് എങ്ങനെയാവും, നമ്മൾ ഒരേപോലെ പഠിച്ച് വന്നതല്ലേ, അപ്പോൾ ഇതെങ്ങനെ സൈഡാവുക, അപ്പം ഇത് രണ്ടും മെയിൻ തന്നെയാണല്ലോ. മറ്റേത് പലപ്പോഴും സൈഡ് ആവാറുണ്ടായിരുന്നു നമ്മളുടെ ഫുൾ ടൈം പഠിത്തം. അങ്ങനെ ആയി മാറ്റി. അപ്പം അങ്ങനെ വന്നതാണത്. ആ വഴിക്ക് നമ്മളെ ഒന്ന് സ്പോൺസർ ചെയ്യുകയും മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്തല്ല അതെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതെ അതെ. അത് ഇതൊക്കെ യാദൃച്ഛികമായിട്ട് അവരും ബോധപൂർവം നമ്മളെ അങ്ങനെ ഒരു പഠിപ്പിച്ച് വലിയ സംഗീതം അങ്ങനെയല്ല, അവരുടെ ഭാഗമായിരുന്നു അത്. മ്യൂസിക് പഠനം, അതിൻ്റെ എന്തൂസിയാസം അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ്, ആസ്വാദനം എല്ലാം അവരുടെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇവൻ്റ്, വീട്ടിൽ കല്യാണമൊക്കെ വന്നാൽ, കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ ആളുകൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ടാണ് മൊത്തം. ഓരോരുത്തർ പഴയ സന്യാസിനി പാടുന്നു, എല്ലാവരും നല്ലോണം പാടും. അപ്പോൾ ചുറ്റും ഇരുന്ന് ഓരോ പാട്ടുകൾ പാടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പാട്ടൊരു സ്വാഭാവികതയാണ്. അപ്പോൾ അത് ഒരു ഗുണം ചെയ്തു.